ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന്. അന്നൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നത് ആരും അറിയരുത് അല്ലെങ്കിൽ അറിയിക്കരുത് എന്നൊക്കെ ഉദ്ദേശിച്ചാണ് അവരിങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പണ്ട് കാലത്തുള്ള ആൾക്കാർ. പണ്ട് കാലത്തും പണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വർണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ കൊടുക്കുന്നതായിക്കോട്ടെ, അതല്ലാതെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഒരു നേരിട്ട് നിന്ന് നടത്തി കൊടുക്കുന്ന ആളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ പണ്ട് കാലത്തും ചെയ്തിട്ടുണ്ട് ആൾക്കാർ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം മാറി, രീതി മാറി, സോഷ്യൽ മീഡിയ വന്നു. സോഷ്യൽ മീഡിയ വന്നതോടെ കൊടുക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്താൽ പോലും അതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. അത് പോസിറ്റീവായിട്ടും ഉണ്ട്, നെഗറ്റീവായിട്ടും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഒരുപാട് പേര് നല്ല രീതിക്ക് അവർ നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ അവർ ഇടുമ്പോൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരൊക്കെ അത് കണ്ട് അവരും എനിക്കും ഇതുപോലെ ആവണം, എനിക്കും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന രീതിക്ക് ചിന്തിക്കുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. പക്ഷെ ചില മാറാരോഗം പിടിച്ച ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കാറുമുണ്ട്. അവരിതൊക്കെ എതിർക്കുകയാണ്. ഇത് കൊടുത്തിട്ട് എന്താണ്, സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അവർ രീതി വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, അവർ കഷ്ടപ്പെട്ട് കെട്ടിയെടുത്ത വീട്, ആഭരണങ്ങൾ, പണം, സമ്പത്ത് എല്ലാം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ചെറിയൊരു സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അതിലും വലിയ നന്മകൾ അവർക്ക് ലഭിക്കും. മുകളിൽ ഒരു ശക്തിയുണ്ട് ഇതെല്ലാം കാണുന്നത്. ചെയ്ത് കൊടുക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം എന്തായാലും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പേരെ എനിക്കിഷ്ടമാണ്. ഈ സഹായിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരുണ്ട്. എൻ്റെ മനസ്സിലുള്ള ലിസ്റ്റിൽ കുറച്ച് പേരുണ്ട്. അതിലുള്ള ഒരു വ്യക്തിയെ എനിക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. ഗുരുവായൂർ പോയപ്പോഴാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്ത വ്ളോഗറായ ഉബൈദിനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുകയുണ്ടായി. അയാൾ റീച്ചിന് വേണ്ടിയാണ് മറ്റുള്ളവരെ ഇങ്ങനെ സഹായിക്കുന്നതിൽ ഇറങ്ങിയത്. ആദ്യം പെട്രോൾ ചലഞ്ചായിരുന്നു അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റ് സമയം കൊടുക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എത്ര പെട്രോളാണ് അടിക്കുന്നത് അതിൻ്റെ ക്യാഷും 1000 രൂപയും കൊടുക്കുമായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ മണി ചലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 200ൻ്റെ കെട്ടോ 500ൻ്റെ കെട്ടോ എന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, അയാൾ ചെയ്യുന്നത് റീച്ചിനോ എന്ത് മണ്ണാങ്കട്ടയ്ക്കാണോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ കൊടുക്കാൻ കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ. ഇപ്പോഴൊക്കെ അദ്ദേഹം കൊടുക്കുന്നത് വളരെ ആൾക്കാരെ അങ്ങ് തെരഞ്ഞു പിടിച്ചിട്ട് അതിൽ നല്ലൊരു വ്യക്തിക്ക്, അതിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് അയാൾ കൊടുക്കുന്നത്. അവരനുഭവിക്കുന്ന ആ ഒരു സന്തോഷം അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. പലപ്പോഴും ഞാനും അമ്മയും വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഞാൻ ഇതുപോലെ ഒരുപാട് വ്യക്തികളെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് വ്യക്തികളെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോടൊക്കെ ഞാൻ സംസാരിക്കാനും പോയിട്ടില്ല. ഞാൻ അവരെ കാണുമ്പോഴത്തേക്കും ഞാൻ മടിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ ഉബൈദിനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അത് ഉബൈദാണെന്ന് തോന്നുന്നു, എനിക്ക് എന്തായാലും സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ചെന്ന് സംസാരിച്ചു കേട്ടോ. ഒരു ജാടയും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യൻ, അത്രേ പറയാനുള്ളൂ കേട്ടോ. ഒരു ജാടയുമില്ല. ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ മനസ്സിലുള്ള വ്യക്തികളിൽ ഉള്ള ഒരാളാണ് ഉബൈദ്. അപ്പോൾ മറ്റുള്ളവരുടെ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഇനി പറയുമ്പോഴത്തേന് അതിലും നെഗറ്റീവ് വരാം. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, എന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് അവർക്കുണ്ടല്ലോ. ഇതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ സഹായം ചെയ്യാതെ നിങ്ങൾ ഓരോരോ കുറ്റവും പറയുന്നില്ലേ, അവർ കൊടുക്കുന്നു ഇവർ കൊടുക്കുന്നു, അതൊക്കെ റീച്ചിന് വേണ്ടി അതിനു വേണ്ടി ഇതിനു വേണ്ടി ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്നതാണെന്ന്. പറ്റിക്കാതെയും അതെല്ലാം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, ആരെയും പറ്റിക്കാതെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളാരും ഒരു 10 രൂപ പോലും ആർക്കും കൊടുക്കത്തില്ലല്ലോ. ഈ കൊടുക്കുന്നവരെ കുറ്റം പറയാതിരിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അവരെ സഹായിക്കട്ടെ. ഇതിനെതിരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചൂഷണം ചെയ്യുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് ഏറ്റവും വലുത്. ദയവേത് ഉബൈദിനെ പോലുള്ള വ്യക്തികൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവരെ കുറ്റം പറയാതിരിക്കുക, കുറ്റവും കുറവും പറയാതിരിക്കുക. നിങ്ങളൊക്കെയോ കൊടുക്കുന്നില്ല, കൊടുക്കുന്നവരെങ്കിലും കൊടുത്തോട്ടെ. നിങ്ങളും ഇതുപോലെ ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങളും ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഫാമിലിയിലും അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരും കുറേ പേരുണ്ട് ഇതുപോലെ. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് അവിടെ പോയി കൊടുക്കണം, ഇവിടെ പോയി കൊടുക്കണം എന്ന് പറയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പോൾ ഇതുപോലുള്ളവരെ ദയവായിട്ട് കുറ്റം പറയാതെ നിങ്ങൾ ഇരിക്കുക.